അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, ഇന്നത്തെ നമ്മുടെ യാത്ര മദീനയിലെ പ്രധാനപ്പെട്ട മസ്ജിദുകളിലൊന്നായ മസ്ജിദുൽ ജുമുഅയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് ഇന്ന് മസ്ജിദ് ഖുബാ നിൽക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങൾ തങ്ങുകയും 4 ദിവസം തങ്ങുകയും 5-ാമത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ മസ്ജിദ് ഖുബാഇൻ്റെ പരിസരത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്കുള്ള യാത്ര തുടർന്നു. വഴിയിൽ അൻസാറുകളായ ബനു സാലിം ഗോത്രക്കാരുടെ പ്രദേശത്ത് വാദി റാനുനയിലെത്തിയപ്പോൾ ജുമുഅക്ക് സമയമായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 പേരടങ്ങുന്ന സംഘങ്ങളുമായി അവിടെ ജുമുഅ നിർവഹിക്കുകയാണ്. അങ്ങനെയാണ് മസ്ജിദുൽ ജുമുഅ എന്ന് പിന്നീട് ഇതിന് പേര് വന്നത്. മസ്ജിദുൽ ഖുബായിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് 900 മീറ്ററും മസ്ജിദുൽ നബവിയിൽ നിന്ന് 2300 മീറ്ററും അകലത്തിലാണ് മസ്ജിദുൽ ജുമുഅ നിലകൊള്ളുന്നത്. മസ്ജിദുൽ ജുമുഅ ധാരാളം ഭരണാധികാരികൾ പല രൂപത്തിലും ഭംഗിയായി പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ആദ്യമായി നിർമ്മാണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ അത്യാധുനിക സൗകര്യത്തോടുകൂടെ നിർമ്മാണം നടത്തിയത് ഫഹദ് രാജാവിൻ്റെ കാലത്താണ്. മുമ്പ് പള്ളിയിൽ 70 പേർക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ വിശാലമായ വലിയ ഒരു കുബ്ബയും ചെറിയ 4 കുബ്ബയുമായി പടുകൂറ്റൻ മിനാരത്തോടുകൂടി ഒരേ സമയം 650 പേർക്ക് നിസ്കരിക്കാൻ മാത്രം വിശാലത ഇപ്പോൾ പള്ളിയിലുണ്ട്. മസ്ജിദ് ആത്തിഖ, അതുപോലെ മസ്ജിദ് ഖുബൈബ്, അതുപോലെ മസ്ജിദുൽ വാദി എന്നൊക്കെ ഇതിന് പേരുണ്ട്. മസ്ജിദുൽ വാദി എന്ന് പേര് വരാനുള്ള കാരണം ഈ പള്ളിയുടെ മുൻഭാഗത്തിലൂടെ ഒരു വാദി റാനുന എന്ന് പറയുന്ന നദി ഒഴുകിയിരുന്നു. ഇപ്പോൾ അവിടെ റോഡായി മാറിയിട്ടുണ്ട്. ആ നദിയുടെ തൊട്ടടുത്തായതുകൊണ്ടാണ് മസ്ജിദുൽ വാദി റാനുന എന്ന നദിയുടെ തൊട്ടടുത്തായതുകൊണ്ട് മസ്ജിദുൽ വാദി എന്ന് പേര് പറയുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ ഇറങ്ങി ജുമുഅ നിസ്കരിക്കാനുള്ള ഒരു കാരണം ചരിത്രത്തിൽ കാണുന്നത്, നമ്മൾ നേരത്തെ മസ്ജിദ് ഖുബായിൻ്റെ ചരിത്രം പറഞ്ഞിരുന്നു. മസ്ജിദ് ഖുബായിൻ്റെ പരിസരത്ത് താമസിച്ചിരുന്നത് ഔസ് ഖസ്റജ് ഗോത്രക്കാരായിരുന്നു. എന്നാൽ ഖസ്റജ് ഗോത്രക്കാരുടെ സഹോദര ഗോത്രമാണ് ബനു സാലിം ഔഫ് ഗോത്രക്കാർ. അതുകൊണ്ട് തന്നെ അവിടെ മസ്ജിദ് ഖുബായിൻ്റെ പരിസരത്ത് നബിയെ നിങ്ങൾ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ പരിസരത്തും നിങ്ങൾ ഇറങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഇറങ്ങി അവിടെ ജുമുഅ നിസ്കരിച്ചതാണ് എന്നും ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.